എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, ചില ആളുകൾക്ക് വേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്നാലും ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ മുടിഞ്ഞു പോണേ എന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയാണ്. ഈ ഒരു വീഡിയോ അവരെ പോലെ വൾണറബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ പറ്റിക്കപ്പെടാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. നിങ്ങൾ പറ്റിക്കപ്പെടുകയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും നിങ്ങൾ കാരണം വലിയ ദുരന്തം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു അസുഖം വരികയാണ്. നിങ്ങൾ പലവിധ ഇൻസ്റ്റൻറ്റ് റിലീഫുകൾക്ക് വേണ്ടി പല സ്ഥലങ്ങൾ കയറി ഇറങ്ങുന്നതിനിടയിൽ ഒന്ന് കയറിയ സ്ഥലമായിരിക്കും കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥലം. നാളെ വേറൊരു പാസ്റ്റർ വന്നിട്ട് പറയുകയാണ് അവിടെ ഇതിനേക്കാളും സ്പീഡിൽ ഈ പറയുന്ന ഉടമ്പടി പരിപാടികളൊന്നും ഇല്ലാതെ സ്പീഡിൽ റിലീഫ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെയും പോകാൻ സാധ്യതയുണ്ട്. ഒരു സിദ്ധൻ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഇത്ര ചില്ലറ തന്നാൽ മതി, ഞാനിത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ അവിടെയും നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. ഒരു ദരിദ്ര രാജ്യത്തിന്റെ, വികസന രാജ്യത്തിന്റെ, ദാരിദ്ര്യ എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ദൈവത്തിന് വേണ്ടി അലഞ്ഞു തിരിയുന്ന ഒരു കൂട്ടം ആളുകൾ, സമാധാനമില്ലാതെ അലഞ്ഞു തിരിയുന്ന ഒരു കൂട്ടം ആളുകൾ. എപ്പോഴും എല്ലാ മതത്തിലും പറയുന്നത് ഇവിടെ രക്ഷയില്ല, അങ്ങ് മുകളിലാണ് രക്ഷ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായിട്ട് എപ്പോഴും മല്ലിട്ട് നടക്കുന്ന ആളുകൾക്ക് എവിടെയോ രക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം എല്ലാം വിൽക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പാസ്റ്റർമാര് അവലംബിക്കുന്ന ഒരു പ്രത്യേക സാമ്പത്തിക തട്ടിപ്പ് രീതി ഉണ്ടായിരുന്നു. അവർ ഒരു സഭ അങ്ങ് രൂപീകരിക്കും, അല്ലെങ്കിൽ ഒരു ചർച്ച് അങ്ങോട്ട് ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറയും. അതൊരു മെഗാ പ്രോജക്റ്റ് ആണെന്ന് പറയും. സ്വർഗത്തിലല്ല, താഴെ തന്നെ നിങ്ങൾക്ക് സന്തോഷ സമാധാനം ലഭിക്കും. ഈ ഒരു ചർച്ചിന്റെ ചുറ്റുപാടും വന്നിട്ട് സ്ഥലം വാങ്ങിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ നിക്ഷേപം സ്വീകരിക്കും. അവർ അങ്ങനെ ആ ഒരു സമ്പത്തുമായി വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു കളയും. നമ്മുടെ നാട്ടിൽ ആ ഒരു പരിപാടി നൈസായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് സഭകളും അതിൻ്റെ ഒരു കേന്ദ്രീകൃത സംവിധാനവും ഒക്കെ പള്ളികൾ പണിയാറുണ്ട്. അതിനൊക്കെ ഒരു ഓഡിറ്റിങ്ങും കണക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് വിശ്വാസികൾക്ക് കുറച്ചൊക്കെ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ആ ഒരു ഫണ്ട് എന്ന് പറയുന്നത് പേഴ്സണലി അങ്ങടേക്ക് പോകണില്ല. എന്നാൽ ഈ പാസ്റ്റർമാരുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇത് പേഴ്സണലി എടുക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ ഒരു ഓഡിയോ അദ്ദേഹത്തിൻ്റെ വിശ്വാസികളെ കേൾപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ 8 കോടി മുതൽ മുടക്ക് വരുന്ന, അതിൽ കൂടുതൽ മുതൽ മുടക്ക് വരുന്ന പള്ളിയുടെ ധനശേഖരാർത്ഥമാണ് അങ്ങനെയുള്ള ഒരു ഓഡിയോ കേൾപ്പിച്ചത്. അപ്പോൾ ആളുകൾ പേടിച്ചു. ഈ കൃപാസന ഫാൻസിനെ പോലെയുള്ള വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ കൈയടിച്ചു. അയ്യോ, ദൈവം വിളിച്ചു, ഇനിയിപ്പോൾ കയ്യിലുള്ള പൈസയൊക്കെ കൊടുത്തേക്കാം, രക്ഷപ്പെട്ടേക്കാം എന്നുള്ളത്. ഇതൊരു സ്ഥിരം തട്ടിപ്പ് രീതിയാണ്. നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ ക്യാഷ് അടിച്ചുകൊണ്ട് പോയ ഏതെങ്കിലും പാസ്റ്ററുടെ വാർത്ത കേൾക്കാനായിട്ട് സാധിക്കും. 4 ദിവസം മുമ്പ് ഏകദേശം $500,000 ഒരു സ്ത്രീയുടെ അടുത്ത് നിന്ന് ഒരാൾ പറ്റിച്ചുകൊണ്ട് പോയത്. അദ്ദേഹത്തിൻ്റെ മകന് പിശാച് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടിയാണ് ഈ പാസ്റ്ററെ സമീപിച്ചത്. അപ്പോൾ പള്ളി പണിയാൻ വേണ്ടി ഈ പൈസ അവർ വാങ്ങിച്ചെടുത്തു. ദൈവത്തിൻ്റെ ശബ്ദം ഞാനും നിങ്ങളും കേട്ടിട്ടില്ല, ഏതായാലും ഇദ്ദേഹം കേൾപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. എന്നിട്ട് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഒക്ടോബർ മാസം ഞാൻ പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത്, റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ക്യാൻസൽ ചെയ്ത് കളയാൻ പവറുള്ള അപ്പസ്തോലകനാണ് ഞാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. സംഭവം വളരെ സിമ്പിളാണ്. അദ്ദേഹം ഒരു പള്ളി പണിയുന്നുണ്ട്, മറ്റേ ഓരോ മഠങ്ങൾ ഇപ്പോൾ പണിയുന്നുണ്ടല്ലോ കുട്ടിച്ചാത്തിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു വരുമാന സ്രോതസ്സൊക്കെ കണ്ട അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിട്ടായിരിക്കും പാസ്റ്ററിനും അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്. പണ്ട് ഇങ്ങനെയുള്ള ഗംഭീരമായിട്ടുള്ള പള്ളികൾ പാസ്റ്റർമാർ പണിയാറുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കോടികളുടെ കണക്ക് കേട്ടിട്ട് എന്തോ വലിയ പള്ളിയാണ്. ഏതായാലും പാസ്റ്റർ അങ്ങനെ ഒരു പള്ളി പണിയാനായിട്ട് തീരുമാനിക്കുന്നു. എന്നാൽ പല പാസ്റ്റർമാരും ഈ ഒരു പാസ്റ്റർ ലൈഫ് ആരംഭിക്കുന്നത് നിലവിൽ അവരുണ്ടായിരുന്ന സഭയെ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ അതിനകത്തെ കുറേയധികം തിന്മകൾക്ക് എതിരെയാണ് നമ്മളുടെ പുതിയ സഭ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവരതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടി ആരംഭിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പണം നൽകാനായിട്ട് ചില ആളുകൾക്കൊരു വിമുഖത ഉണ്ട്. അപ്പോൾ ആ ഒരു വിമുഖതയുള്ള ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി, ഫിയർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ദൈവത്തെ അദ്ദേഹം ഒരു കോൾ റെക്കോർഡിംഗ് വഴി നമ്മളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത്. 2-3 തരത്തിലാണ് ഇവരിങ്ങനെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. പേടിയിട്ട് കൊടുക്കും. ഏതൊക്കെ തരത്തിലാണ് പേടിയിട്ട് കൊടുക്കുന്നത്? ഇയാൾ പറഞ്ഞില്ലേ, ക്യാൻസൽ യുവർ പ്രോസ്പെറിറ്റി, നിങ്ങളുടെ ആ ഒരു സുഭിക്ഷത, സമ്പന്നത, നിങ്ങളുടെ സമ്പത്ത് എല്ലാം ഞാൻ നശിപ്പിച്ച് കളയും.
ദൈവം നശിപ്പിച്ച് കളയും. നിങ്ങളുടെ വരുമാനത്തിൻ്റെ, ഡെയിലി കിട്ടുന്ന വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 10% ഈ പള്ളിക്ക് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ പാസ്റ്റർമാർ പറയുന്നത് പോലെ ചെലവഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് നശിക്കും. 10% കൊടുത്താലോ 10 ഇരട്ടിയും 100 ഇരട്ടിയുമായിട്ട് തിരിച്ചു കിട്ടും. അപ്പോൾ ഈ നശിക്കും എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. പലതരത്തിലുള്ള ഫിയർ ഇട്ട് കൊടുക്കും. ഈ ഇൻസ്റ്റന്റ് റിലീഫിന് വേണ്ടി ഓടി നടക്കുന്ന ആളുകളെല്ലാം ഈ പണം, അതേപോലെ തന്നെ പെട്ടെന്നുള്ള സൊല്യൂഷൻ, രോഗശമനം എന്നീ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഓടി നടക്കുന്നത്. അവർക്ക് സമ്പത്ത് നഷ്ടപ്പെടും എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫിയർ ഉണ്ടാവും. പൊതുവെ തീരെ സമാധാനമില്ലാതെ ആകുലപ്പെട്ട് നാളെയെക്കുറിച്ചിട്ട് ആധിയുമായി നടക്കുന്ന ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളുടെ ഇരകൾ. മതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇരകൾ അവരൊക്കെ തന്നെയാണ്. ഇത്തിരി ആധിയും ആകുലതയും കുറവുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ദൈവത്തിൻ്റെ മീഡിയേറ്റർമാരെല്ലാവരും കൂടെ അവനെ ആ ഒരു രീതിയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് പേടിയുള്ളവനാക്കി, കോൺഫിഡൻസ് ഇല്ലാത്തവനാക്കി മാറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇവർ മാനിപ്പുലേഷനായിട്ട് വരുന്നുണ്ടല്ലേ, നീ തകർന്നു പോവും, നീ അത് കാണും, നീ ഇത് കാണും, നിന്റെ തകർച്ച തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയൊക്കെ കേൾക്കുന്ന വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ വിശ്വസിക്കുന്നത് അവൻ്റെ ദേഹത്ത് ഒരു മുട്ടുസൂചി കുത്തി കയറിയാലും അവൻ വിചാരിക്കും തുടങ്ങിയിരിക്കുന്നു, എൻ്റെ നാശം തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു ആകുലത കാരണം അവന് പിന്നീട് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവൻ്റെ ഒരു തകർച്ചയിൽ അവൻ ആദ്യം തന്നെ ചിന്തിക്കുന്നത് ഓക്കെ ദൈവത്തിൻ്റെ പണിയായിരിക്കും. പിന്നെ അതിൻ്റെ പരിഹാര ക്രിയകൾക്ക് വേണ്ടി പോവുകയാണ്. ഈ ഒരു തകർച്ചയുടെ കാരണത്തെക്കുറിച്ചിട്ട് പഠിക്കാൻ പോലും അവൻ മെനക്കെടാത്ത രീതിയിലേക്ക് ഇവനെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഈ സമാധാനമില്ലാതെ ഓടി നടക്കുന്ന ആളുകൾ വീണ്ടും കേൾക്കുന്ന മറ്റൊരു ഒരു ഭീഷണിയാണ്, ഇവിടെയോ സമാധാനമില്ല, നിങ്ങൾ പരലോകത്തേക്ക് പോകുന്ന സമയത്ത് ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒന്നെങ്കിൽ നരകത്തിലും ശുദ്ധീകരണ സ്ഥലത്തിലും പോവും. ശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട് പിന്നീട് പോകാൻ സാധ്യത ഉള്ളൊരു സ്ഥലമാണ്. അവിടെയൊക്കെ ഭയങ്കര നൂൽപ്പാലം, തീയ്, പുഴു, അൽഫാം ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ അതിനകത്തൊക്കെ നിങ്ങൾ വിട്ടുപോകും. അപ്പോഴത്തേനും വീണ്ടും പേടിക്കും. പിന്നെ ഇവർ പറയുന്നത് പോലെ പെരുമാറാനായിട്ടുള്ള പപ്പരസായിട്ട് വിശ്വാസികൾ മാറുകയാണ്. പലപ്പോഴും ഇവരുടെ ഇരകൾ എന്ന് പറയുന്നത് തീരെ സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്ന വയ്യാത്ത ആളുകളൊക്കെ ആയിരിക്കും. പണിയാനുള്ള രൂപ എല്ലാം ഉണ്ട്. അത്രേ ഉള്ളൂ വ്യത്യാസം. അത് അവരുടെ കയ്യിലാണ്, നമുക്ക് അതില്ല. ഞാൻ ഒരു ചലഞ്ച് ചെയ്യുകയാണ്. എത്ര കോടിയാ വേണ്ടി? ഏകദേശം 8 കോടി രൂപ. ഒരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരും കൂടെ ഒരു മാസത്തെ പണം അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ പറ്റും. എന്റെ ഓൺലൈനിൽ കാണുന്നവർ, നിങ്ങൾ ഒരു മാസത്തെ പണം അദ്ദേഹത്തിന് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. എന്റെ ഓൺലൈനിൽ കാണുന്നവർ, നിങ്ങൾ ഒരു മാസത്തെ പണം അദ്ദേഹത്തിന് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. വളരെ അതിശയകരമായിട്ടുള്ള കഥകൾ എഴുതിയ 1-2 പുസ്തകങ്ങൾ, അതിലെ വളരെ രസകരമായിട്ടുള്ള കുറേയധികം കഥാപാത്രങ്ങൾ, അവരുടെ കുറച്ച് മോറൽസ്, വാല്യൂസ്, അതേപോലെ തന്നെ തോന്നിയാസങ്ങൾ, കാലങ്ങളായിട്ട് ഇവരെ കൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഈ ഒരു കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞ് മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ബിസിനസ് സംരംഭങ്ങൾ, ഇവർക്കിടയിലുള്ള കോമ്പറ്റീഷൻസ്, ദൈവം, എന്തൊക്കെ 100,000 മെസ്സിനകത്തൂടെയാണ് ഇവിടെയുള്ള ആളുകൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ മറ്റേ വീഡിയോയും കൂടെ ഇറങ്ങാനായിട്ടുള്ളൂ. ഓഡിയോ ഇറങ്ങി, ഇനിയിപ്പോൾ വീഡിയോ ഇറങ്ങും, വീഡിയോ കോൾ ഇറങ്ങും. വേറെ ഏത് ഒരുത്തനുണ്ടല്ലോ ഒരു സ്വാമി, അയാളും ഇതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചിട്ട് അയാളുടെ കൈലാസത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. ഇവിടുന്ന് വലിയ കാശടിച്ച് മുങ്ങിപ്പോയ ഒരുത്തനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 100,000 തട്ടിപ്പുകളാണ് ഈ വൾണറബിൾ ആയിട്ടുള്ള ആളുകളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ മാതാവ് സൂപ്പറാണ്, എൻ്റെ അനുഗ്രഹം കിട്ടുന്ന സെൻറ്റർ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമല്ല, എൻ്റെ മഠം, എൻ്റെ കുട്ടിച്ചാത്തൻ വളരെ മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞങ്ങൾ അന്ധവിശ്വാസികളല്ല, അപ്പോൾ എൻ്റെ ഉസ്താദ് നല്ല രീതിയിൽ ഓതുന്ന ഉസ്താദാണ്, ഉസ്താദ് നല്ല രീതിയിൽ തുപ്പുന്ന ഉസ്താദാണ്, അപ്പം ഞങ്ങളുടെ അന്ധവിശ്വാസമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് 100,000 കോമഡിയാണ് ഈ അന്ധമതവിശ്വാസികൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ഇവർക്ക് ഏതെങ്കിലും ലോജിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ നേരെ പോയിട്ട് നമ്മളുടെ മുടിവിനായിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും. അപ്പം ഇതുങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരു രോഗത്തിന്, ഒരു പ്രശ്നത്തിന് എല്ലാം ഒരു ഗോൾഡൻ ടൈമുണ്ട്. ആ ഒരു ടൈം നഷ്ടപ്പെടുത്തും, അതിൻ്റെ വേസ്റ്റ് കണ്ടീഷനിലേക്ക് മാറ്റും. ഒന്ന് ഇരുന്ന് ചിന്തിക്കുക എന്താണ് പ്രശ്നം എന്നുള്ളത്, ഒരു നല്ല ഡോക്ടറെ കാണുക, എന്താണ് അസുഖം എന്നുള്ളത് അറിയാൻ വേണ്ടി. അസുഖം ആർക്ക് വേണമെങ്കിലും വരാം, സാമ്പത്തിക തകർച്ച ആർക്ക് വേണമെങ്കിലും വരാം. ഇതൊക്കെ മനസ്സിലാക്കുക, പ്രിക്കോഷൻസ് എടുക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുക എന്നുള്ളതാണ് ആകെയുള്ള എണ്ണപ്പെട്ട ദിനങ്ങൾക്കിടയിൽ മനുഷ്യൻ ചെയ്യേണ്ടത്. വളരെ നൈമിഷികമായിട്ടുള്ള ഒരു 10-60 വർഷത്തിനിടയിൽ ഒരു 10-30 വർഷം കണ്ടിടത്തോടെ നിരങ്ങി നടന്ന് തീർക്കും. എന്നിട്ട് ചിലപ്പോൾ ഒരു വർഷം കുറച്ച് സമാധാനം കിട്ടി എന്നുള്ള തോന്നലുണ്ടാവും. പിന്നീട് വീണ്ടും രോഗങ്ങളായി, കാര്യങ്ങളായി. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും
ഈ പറയുന്ന അനാവശ്യ അലഞ്ഞുതിരിയൽ ഒഴിവാക്കി സ്വന്തം കുടുംബത്തോടൊപ്പം സ്വന്തം ആവതിനനുസരിച്ചിട്ട് ജീവിക്കുക, ആസ്വദിച്ച് ജീവിക്കുക. നാളെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആകുലതയുള്ള ആളുകളെ പിഴിയുന്ന പരിപാടികളാണ് ഈ മതങ്ങൾ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ പാസ്റ്റർമാൻ എന്നൊക്കെ പറയുന്നത്. ആർക്ക് പിണ്ടം വയ്ക്കാനായിട്ടാണോ 8 കോടി രൂപയുടെ പള്ളി? ഇയാളും മരിക്കും, ഈ പറയുന്ന പൈസ കൊടുത്തവനും മരിക്കും, എല്ലാവരും മരിക്കും. അപ്പം ഈ പള്ളിയൊക്കെ പണിതിട്ട് ഇവരെന്തുവാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. ഇപ്പം തന്നെ ഇഷ്ടം പോലെ പള്ളികളാണ്. ഈ പള്ളിയിലൊന്നും പോകാനായിട്ടുള്ള ആളുകളില്ല. ഈ പള്ളിയിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി പള്ളിയും പട്ടക്കാരും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ജീവിതം കരിപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ പള്ളി കൊണ്ടും മത തീവ്രവാദം കൊണ്ടും മുടിഞ്ഞു നിൽക്കുന്ന രാജ്യത്തു നിന്നുള്ള അഭയാർത്ഥികൾ കടന്നു കയറുമെന്ന് അവിടെ കിടന്നിട്ട് കൂക്കി വിളിക്കുകയാണ്. ചില സമയങ്ങളിൽ ഇടവിട്ട് ദൈവത്തെ വിളിക്കുന്നത് പോലുള്ള പരിപാടികൾ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലൊരു മെസ്സായിട്ട് കിടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെയല്ല, അവരാണ് അങ്ങനെ, ഞങ്ങൾ മിടുക്കന്മാരായിട്ടുള്ള അന്ധവിശ്വാസികളാണ് എന്ന് പറയുന്നതാണ്. എല്ലാ എണ്ണം ഇതൊക്കെ തന്നെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.